ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഇവിടുന്ന് ഒന്ന് ഔട്ടിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. സൂലോട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്, ഉമ്മൽക്കോയിലുള്ള സൂലോട്ടാട്ടോ. അങ്ങനെ കുറച്ചുള്ളൂ കേട്ടോ നമ്മളെ റൂമിൽ നിന്ന് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് പോണ വഴിക്ക് നമ്മൾ കുറേ ഇതിനൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു, നമ്മുടെ എന്താ പറയുക ക്യാമലിനൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ സൂലോട്ട് എത്തി. അവിടെ നിന്ന് ആദ്യം തന്നെ കണ്ടിട്ടുണ്ടായിരുന്നത് ജിറാഫിനായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. നല്ല വലുപ്പം ഉണ്ടായിരുന്നു, മൂന്നെണ്ണം അങ്ങനെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. പിന്നെ കുറേ മാന്, ഇത് ആടൊക്കെ ഉണ്ടായിരുന്നു താഴത്ത്. പിന്നെ ജിറാഫിന് നമുക്ക് ഫുഡൊക്കെ കൊടുക്കാം കേട്ടോ. എല്ലാത്തിനും നമുക്ക് ഫുഡൊക്കെ കൊടുക്കാം, അവിടെ തന്നെ ഫുഡ് വാങ്ങിക്കാൻ കിട്ടും. നമ്മൾ കുറച്ച് 5 ദിർഹംസ് എങ്ങാനോ അങ്ങനെ പൈസ കൊടുത്തിട്ട് നമ്മൾ വാങ്ങിച്ചിട്ട് നമുക്ക് അവർക്ക് ഫുഡൊക്കെ കൊടുക്കാം കേട്ടോ. പിന്നെ കുറേ സംഭവങ്ങളുണ്ടായിരുന്നു. പിന്നെ സൂലു പിന്നെ എന്തായാലും ഉണ്ടാവുമല്ലോ, സ്വാഭാവികം. അങ്ങനെ ഒരുപാടൊന്നും ഫുള്ളൊന്നും നമുക്ക് കാണിക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. ഞാൻ ഒരുവിധമൊക്കെ ഞാൻ ഷൂട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ എനിക്ക് ഈ വെറ്റുകളൊക്കെ പേരൊന്നും പറഞ്ഞുതരാൻ എനിക്ക് അറിഞ്ഞുകൂടാ. നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ട് പറയുക. എനിക്ക് എന്തായാലും ഈ വെറ്റുകളെ പേരൊന്നും ഇങ്ങനെ കറക്റ്റ് പറഞ്ഞു തരാനൊന്നും അറിയില്ല. എനിവേ ഞാൻ ഇങ്ങനെ കൊടുത്തേക്ക് ഇങ്ങനെ ഇതാണെന്നൊന്നും പറഞ്ഞുതരാൻ അറിയില്ല. ഒരുവിധമൊക്കെ അറിയാം, എന്നാൽ ഒരുവിധമൊന്നും അറിയില്ല അങ്ങനെ. പിന്നെ ഇതേ മുതലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ സത്യത്തിൽ ശരിക്ക് കണ്ടാൽ നമ്മളത് ഒറിജിനലാന്ന് തോന്നുകയില്ല, അങ്ങനെയായിരുന്നു. പക്ഷേ പിന്നെ അനങ്ങുന്ന കണ്ടപ്പോഴാട്ടോ അത് ഒറിജിനലാ മനസ്സിലായി. ഒരുവിധം എല്ലാ സാധനങ്ങളും ഉണ്ടായിരുന്നു കേട്ടോ. ആനയൊന്നും ഉണ്ടായിരുന്നുണ്ടില്ല, അത് പിന്നെ ഇവിടെ ഉണ്ടാവില്ലല്ലോ. അങ്ങനെ അപ്പോൾ ഒരുവിധമൊക്കെ നമുക്ക് എടുക്കാനും പറ്റും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വരുമ്പോൾ കാണാം, കിളികളൊക്കെ നമുക്ക് എടുത്ത് തന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ വീഡിയോസിലൊക്കെ കാണുമല്ലോ, യൂട്യൂബിൽ തന്നെ ഇങ്ങനെ വീഡിയോസിൽ നമ്മൾ കയ്യിൽ തോളിലൊക്കെ വെച്ച് തന്നിട്ടുള്ള അതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇവിടെ നമുക്ക് അങ്ങനെയൊക്കെ ചെയ്യാമായിരുന്നു. പിന്നെ ഇതേ ഈ താറാവ്, കുഞ്ഞു താറാവില്ലേ, ഇതിനൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അഫി. പിന്നെ റാഷിദൊന്നും നമുക്ക് തന്നിട്ടില്ല, അവനക്ക് ഭയങ്കര പേടിയായിരുന്നു എല്ലാതും. അഫി ഒരുവിധമൊക്കെ നല്ല ആക്റ്റീവ് ആയിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ കിളികളൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ 2 കയ്യിലും വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. മറ്റേ എന്താ പറയുക, പഞ്ചാറിൻ്റെ പിന്നെ ഒരു വൈറ്റ്, അതിൻ്റെ പേര് എനിക്കറിയില്ല, അതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇത് കണ്ടിട്ടില്ല, നമ്മൾ കുറേ യൂട്യൂബിലൊക്കെ വീഡിയോസൊക്കെ കണ്ടിട്ടില്ലേ ഈ ഇതിൻ്റെ, അതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മളെ ഇങ്ങനെ കൈ പിടിക്കുക, നമ്മളിങ്ങനെ ഹഗ് ചെയ്യുക ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഇതേ മുയലിനെ പിടിച്ചിട്ടുണ്ടായിരുന്നു, കുഞ്ഞു കുട്ടികൾ, നല്ല നല്ല ഭംഗിയുണ്ട് കാണാൻ, ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ആ ഫേനെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. റാശി എടുത്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ അവിടെയൊക്കെ മൊത്തം കണ്ടിട്ട് നമ്മൾ നേരെ വീട്ടിലോട്ട് തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ടാറ്റാ.